നമസ്കാരം. RVSൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ GMAT 101-ലെ 4th മോഡ്യൂളിലെ സെക്കൻഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലഗ്രാഞ്ചിയസ് മൾട്ടിപ്ലയർ എന്തെന്ന് പറഞ്ഞു. അതിന് 2 പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു 3 പ്രോബ്ലങ്ങളും ചെയ്യണം. നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാം. എവിടെയാണോ ഡൗട്ട് വരുന്നത് അവിടെ മാത്രം വീഡിയോയിൽ കണ്ട് ആ ഡൗട്ട് എന്താണെന്ന് ക്ലിയർ ചെയ്യാം. മിക്കവാറും എനിക്ക് തോന്നുന്നത് ഡോയൽ ബൈ ഡോ എക്സ്, ഡോയൽ ബൈ ഡോ വൈ, ഡോയൽ ബൈ ഡോ ഇസൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പ്രശ്നം വരാൻ പോകുന്നത് ആ സൊല്യൂഷൻ XY എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കുന്നതിലാണ് കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ആ 3 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് എന്തുവാണ്, എങ്ങനെ XY കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള പ്രാക്ടീസാണ്. അത് നിങ്ങൾ തനിയെ ചെയ്തെത്താൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മാക്സിമൈസ് f of xy is equal to x plus y സബ്ജക്റ്റ് ടു x square plus 4y square equal to 4. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. അവിടെ 3x plus 4y എന്ന് വന്നു. ഇത് x square plus y square. കോൺസ്റ്റൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അപ്പോൾ ആദ്യം ഞാൻ f എടുത്ത് ചെയ്തുവാണ്. f is equal to എന്തുവാണ്, x plus y. ഇക്വേഷൻ ഈക്വൽ ടു ഉള്ള ഇക്വേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, g എന്ന് വിളിക്കുന്നത്. g is equal to x square plus 4y square. ആ 4ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -4. അടുത്ത് എന്താ എഴുതേണ്ടത്, നമുക്ക് ആ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ L is equal to f plus lambda g എന്നുള്ള ഫോമിൽ എഴുതുക. അത് എഴുതുമ്പോൾ നമുക്ക് 1 മാർക്ക് കിട്ടും. ആ 1 മാർക്ക് മേടിച്ചിട്ട് വരണം. അവിടെ ഒരു സ്റ്റെപ്പും വരുന്നില്ല. L is equal to f എന്ന് പറഞ്ഞാൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കേണ്ട ആളെ എഴുതി പ്ലസ് ലാംഡ ഇൻറ്റു ഈക്വൽ ടു തരുന്ന ഇക്വേഷൻ്റെ ബ്രാക്കറ്റിനകത്ത് x square plus 4y square -4 ആണ് കുഞ്ഞുങ്ങളെ. ഈക്വൽ ടു 4 എന്നങ്ങ് എഴുതി വയ്ക്കരുത്. ഓക്കെ, ഞാൻ പറയുന്നതിനപ്പോൾ ഞാൻ ഈക്വൽ ടു 4 എന്നിട്ട് സോറി, ആ ഈക്വൽ ടു 0 എന്നില്ലാത്ത രീതിയിൽ, ഈക്വൽ ടു വരാത്ത രീതിയിൽ ആ കൺസ്ട്രെയിനിന് എടുത്ത് തരണം. ഇനി ഇവരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നോക്കേണ്ട കാര്യം എന്താ, എക്സ് വൈയും മാത്രമാണെങ്കിൽ ഡോയൽ ബൈ ഡോ എക്സും ഡോയൽ ബൈ ഡോ വൈയും, ഇസഡും കൂടെ ഉണ്ടെങ്കിൽ ഡോയൽ ബൈ ഡോ ഇസഡും കൂടെ ഫൈൻഡ് ചെയ്യണം. സോ ഡോ എൽ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 0. വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഇവിടെ എക്സിന് ഡെറിവേറ്റീവ് 1 പ്ലസ് ലാംഡ ഇൻറ്റു ലാംഡയ്ക്കകത്ത് x square plus 4y square ഉണ്ട്. സോ x squareൻ്റെ ഡെറിവേറ്റീവ് 2x. ഓക്കെ, ഇസ് ഈക്വൽ ടു 0. നമുക്കിതിന് വേണമെങ്കിൽ ലാംഡ ഈക്വൽ ടു എന്ന് അറേഞ്ച് ചെയ്യാം. ലാംഡ ഈക്വൽ ടു, കാരണം ഒറ്റ വേരിയബിളല്ലേ ഉള്ളൂ, എക്സ് വൈ ഉണ്ടെങ്കിൽ ഞാൻ ലാംഡ ഈക്വൽ ടു എന്ന് അറേഞ്ച് ചെയ്യില്ലായിരുന്നു. കഴിഞ്ഞ 2 പ്രോബ്ലത്തിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, എക്സിൻ്റെ ടേമും ലാംഡയും തനിച്ച് വരുമ്പോഴാണ് ഞാൻ ലാംഡ ഈക്വൽ ടു എന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും ഞാൻ എന്ത് ചെയ്യണം, 2 ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു 1 അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ ആദ്യം തന്നെ -1 എന്ന് എഴുതുവാണ്. ഓക്കെ, -1 എന്ന് എഴുതി. അടുത്ത് എന്ത് ചെയ്യാണ്, ലാംഡ ഈസ് ഈക്വൽ ടു -1/2x. ഇയാളാണ് ഞാൻ ഇക്വേഷൻ 1 ഒന്ന് മാറ്റി നിർത്തുന്നത്. അടുത്ത ഡോ എൽ ബൈ ഡോ വൈ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് 1, എക്സിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് 0 പ്ലസ് ലാംഡ ഇൻറ്റു ലാംഡയുടെ ബ്രാക്കറ്റിനകത്ത് y ഉണ്ട്. അവിടെ 4y square എന്നാണ്. y square ഡെറിവേറ്റീവ് 2y ഇൻറ്റു 4 എന്ന് പറയുമ്പം 8y ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഇവിടെ നോക്കിക്കേ, വൈയുടെ ടേം മാത്രമേ ഉള്ളൂ. സോ ലാംഡ ഈക്വൽ ടു എന്ന് അറേഞ്ച് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിലൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്തത് പറയാം, കാരണം അടുത്ത പ്രോബ്ലത്തിൽ മനസ്സിലാവും. സോ ലാംഡ ഇൻറ്റു 8y, 8 ലാംഡ y ഈക്വൽ ടു 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ -1 ആവും. ഓർ ലാംഡ ഈസ് ഈക്വൽ ടു -1/8y. ഇതിന് ഞാൻ ഇക്വേഷൻ 2 എന്ന് എഴുതുന്നുണ്ട്. അടുത്ത ഡോ എൽ ബൈ ഡോ ലാംഡ ഈക്വൽ ടു 0 ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട കുഞ്ഞുങ്ങൾ വേണ്ട. ലാംഡയുടെ കൂടെ ബ്രാക്കറ്റിനകത്തുള്ള ആളെ അതേപോലെ, അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രെയിനിന് അതേപോലെ എടുത്തങ്ങ് എഴുതിയാൽ മതി. അതാണ് ഡോ എൽ ബൈ ഡോ ലാംഡ. അയാളെ നമ്മൾ ഇക്വേഷൻ 3 എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. ഇനി ഫ്രം ഇക്വേഷൻ 1 and 2, 1ഉം 2ഉം കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റിംഗ് ഇക്വേഷൻ 1 and 2, -1/2x ഇസ് ഈക്വൽ ടു, നോക്കിക്കേ, ഈ ലാംഡയുടെ സ്ഥാനത്ത് -1/2x കൊടുത്തു. അപ്പോൾ അപ്പുറത്ത് എന്താ ഉള്ളത്, -1/8y. രണ്ടിടത്തു നിന്ന് മൈനസ് ക്യാൻസൽ ആവും. 2ഉം 8ഉം പോകുമ്പോൾ ഇവിടെ 4 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 4y ഈക്വൽ ടു എക്സ് എന്ന് വരും. ഓർ എക്സ് ഇസ് ഈക്വൽ ടു 4y എന്ന് കിട്ടും. ഇതാണ് എനിക്ക് കിട്ടിയ ഇക്വേഷൻ. എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നല്ല കിട്ടിയത്, എക്സ് ഇസ് ഈക്വൽ ടു 4y. എനിക്ക് വൈയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യണം, എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. സോ എൻ്റെ കൺസ്ട്രെയിനിൽ കൊണ്ടുപോയിട്ട് അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഈ 4y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഇസ് ഈക്വൽ ടു 4y ഇൻ ഇക്വേഷൻ 3. അപ്പോൾ നോക്കിക്കേ, എക്സ് സ്ക്വയർ എന്നുള്ളത് 16y square പ്ലസ് 4y square ഈക്വൽ ടു 4 എന്നാവും. 16 + 4 എന്ന് പറഞ്ഞാൽ 20y square ഈക്വൽ ടു 4. അപ്പോൾ 4ഉം 20യും കൂടെ പോകുമ്പോൾ ഇവിടെ എന്ത് വരും, 5. 4ൻ്റെ സ്ഥാനത്ത് ഇവിടെ 1. സോ y square ഈക്വൽ ടു 1/5. അതിൻ്റെ അർത്ഥം y എന്ന് പറയുന്നത് +or - 1/√5. കറക്റ്റാണോ കുഞ്ഞുങ്ങളെ?
വൈ എന്ന് പറഞ്ഞാൽ √1/5 സ്ക്വയർ റൂട്ടാണ് ഫൈൻഡ് ചെയ്യേണ്ട. y² = 1/5 ആണെങ്കിൽ y എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1/5. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അത് പ്ലസും മൈനസും ഫ്രണ്ട് ഇടും അല്ലേ, 1/√5. അപ്പോൾ വൈയുടെ വാല്യൂ 1 ± 1/√5 ആണെങ്കിൽ എക്സിന് എന്തൊക്കെ വാല്യൂ വരാം? ഇത് കഴിഞ്ഞിട്ട് ഇവിടെ എഴുതേണ്ട പോയിൻ്റാണ്, ഞാനത് ഇവിടെ തന്നെ പറയുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം. നോക്കിക്കേ, നമ്മുടെ ഇക്വേഷൻ എന്താ? x = 4y. അപ്പം y = 1/√5 കൊടുത്താൽ x = 4y എന്നുള്ളത് x = 4/√5 എന്നാവും അല്ലേ, 4 × 1/√5. അപ്പോൾ പോയിൻ്റ് എന്താ കുഞ്ഞുങ്ങളെ? 4/√5ഉം 1/√5ഉം ഒരു പോയിൻ്റായിട്ട് കിട്ടി. തീർന്നില്ല, വൈക്ക് വേറൊരു വാല്യൂ കൂടെയുണ്ട്. y = -1/√5 കൊടുത്താൽ x = 4 × -1/√5. അപ്പോൾ അവിടെ പോയിൻ്റ് എന്ത് വരികയാണ്? -4/√5ഉം -1/√5. ഇതാണ് നമ്മുടെ രണ്ട് ക്രിട്ടിക്കൽ പോയിൻ്റ് കിട്ടിയിരിക്കുന്നത്. ആ ക്രിട്ടിക്കൽ പോയിൻ്റ് ഫംഗ്ഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് f(x(y) = x + y. നമുക്ക് ആദ്യത്തെ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. f(x) സ്ഥാനത്ത് എന്ത് കൊടുക്കണം കുഞ്ഞുങ്ങളെ? ആദ്യത്തെ പോയിന്റ് 4/√5ഉം 1/√5ഉം വിച്ച് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ സ്ഥാനത്ത് 4/√5, ഇവിടെ √5 ഞാൻ എഴുതാൻ വിട്ടുപോയാണ്, 4/√5 + 1/√5 = 5/√5. 5/√5 എന്ന് പറഞ്ഞാലേ 5ൽ നിന്ന് √5 പോകുമ്പോൾ ബാക്കി എന്താ വരുന്നത്? √5 എന്നാണ് വരുന്നത്. അതുപോലെ -4/√5ഉം -1/√5ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം -4/√5 -1/√5 which is equal to -5/√5. രണ്ടിടത്തും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ഞാൻ അങ്ങ് ആഡ് ചെയ്തു. -4 -1 -5. 5ഉം √5, 5 എന്ന് പറഞ്ഞാൽ √5 × √5. അതിലൊരു √5 ക്യാൻസലായി പോകുമ്പോൾ ഇത് ബാക്കി -√5. സോ നിങ്ങൾ തന്നെ പറ, ഇതിൽ മിനിമം വാല്യൂ ഏതാണ്? മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഈ രണ്ടാമത് നടക്കണം -√5ഉം മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് √5. therefore maximum value, ഇവിടെ മാക്സിമം വാല്യൂസ് എന്നാണ് ചോദിച്ചത്. therefore maximum value is √5. മിനിമം വാല്യൂ എന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നെങ്കിൽ മിനിമം വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഈസ് -√5 എന്ന് എടുത്തു തരാം. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇത്രയും പാർട്ട് കുഴപ്പമില്ല, സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ സോൾവ് ചെയ്യാൻ ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ λ = ആക്കേണ്ട എപ്പോഴാണ്? നമ്മുടെ ഇക്വേഷനകത്ത് എക്സ് ലാംഡയും തനിച്ച് വന്നുകൊണ്ട് λ = എന്ന് ചേഞ്ച് ചെയ്തു. ഇവിടെ വൈയും ലാംഡയും തനിച്ച് വന്നപ്പോൾ ഞാൻ λ = എന്നാക്കി. സപ്പോസ് ഇക്വേഷനിൽ എക്സും വൈയും ഒന്നിച്ച് വന്നിരുന്നുവെങ്കിൽ ഞാൻ λ = എന്ന് അവിടെ അറേഞ്ച് ചെയ്യില്ല. λ = എന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് എല്ലാം കട്ട് ചെയ്ത് പോയാൽ പറ്റത്തില്ലല്ലോ. എനിക്ക് x = y എന്നോ x = 4y എന്നൊക്കെ ഇതുപോലത്തെ എക്സ്പ്രഷൻ കിട്ടണമെങ്കിൽ ലാംഡ ഒരു സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു വേരിയബിളേ വരാൻ പാടുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞു തരുന്ന ഹിൻറ്റ്. ആ തരത്തിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? λ = എന്ന് അറേഞ്ച് ചെയ്ത് ചെയ്യുന്നത്. അടുത്ത് വരാൻ പോണ പ്രോബ്ലം എൻ്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് ആൻസറെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്കാൻ വരുമല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഞാൻ ഇപ്പോഴേ ഹിൻറ്റ് പറയുവാണ്. എക്സും വൈയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സും വൈയും ലാംഡയും വരും. അപ്പം അന്നേരം λ = എന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. λ = എന്ന് പറഞ്ഞാൽ ഇക്വേറ്റ് ചെയ്തിട്ടല്ല നമ്മൾ പ്രോബ്ലം ചെയ്യുക. ലാംഡയ്ക്ക് വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ് വൈയും ഫൈൻഡ് ചെയ്യാൻ അവിടെ നോക്കണം. അപ്പോൾ ഹിൻറ്റ് ഞാൻ തന്നു കഴിഞ്ഞു. അടുത്ത പ്രോബ്ലം തനിയെ ചെയ്യാൻ ശ്രമിക്കുക. പറ്റാത്തവർക്ക് ഈ ഒരു പാർട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ f(x(y) = xy. അപ്പോൾ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം മാക്സിമം മിനിമം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടേക്സ് ഓൺ ദ എലിപ്സ് x² + y²/2. അപ്പം മാക്സിമം അല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കാൻ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. എലിപ്സ് എന്നോ സർക്കിൾ എന്നോ ബാക്കിയൊന്നും പറയണം നമ്മൾ ശ്രദ്ധിക്കില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എഫ് എടുത്തിരുന്നു, f = xy. ഓക്കെ, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അയാളെയാണ് നമ്മൾ ജി എന്ന് പറഞ്ഞിരുന്നത്. അത് ഈക്വൽ ടു സൈൻ ഇല്ലാണ്ട് x²/8 + y²/2 -1 എന്ന് പറഞ്ഞ് നമ്മൾ എഫും ജി എടുത്ത് എഴുതി. അടുത്ത് നമുക്ക് എഴുതേണ്ടത് എന്തുവാണ്? എൻ്റെ ഓക്സിലറി ഇക്വേഷൻ L = f + λg എന്നാണ് നമ്മൾ എപ്പോഴും ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നത്. ആ ഓക്സിലറി ഇക്വേഷനകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം L = f എന്ന് പറയുന്നത് xy പ്ലസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ, λ × g എന്ന് പറയുന്നത് എന്തായിരുന്നു? x²/8 + y²/2 -1. ഓക്കെ, നമ്മളിതിനെ ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ∂L/∂x, ഞാൻ നോക്കിയതിൽ എക്സ് വൈ മാത്രമേ ഉള്ളൂ എന്ന് നോക്കിയിട്ട് ∂L/∂x-ഉം ∂L/∂y മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ. ∂L/∂x = 0 എന്ന് പറയുമ്പം എന്താ വരേണ്ടത്? എക്സ് വൈയിൽ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം എക്സിന് ഡെറിവേറ്റീവ് 1, കൂടെയുള്ള വൈയെ കളയാൻ പറ്റുമോ? ഇല്ല. സോ y
പ്ലസ് ലാംഡ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ബൈ 8 വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 -1ൻ്റെ ഡെറിവേറ്റീവ് 0 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പം 2/8 ക്യാൻസലായി പോയിട്ട് ഇവിടെ എന്ത് വരും? 4 എന്ന് വരും. ഇവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യം ആലോചിക്കേണ്ടത്. കഴിഞ്ഞ പ്രോബ്ലം ഈ പ്രോബ്ലം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എക്സിൽ മാത്രം കിട്ടി, ലാംഡ ഈക്വൽ ടു എന്ന് പറഞ്ഞ് വൈയിൽ മാത്രം കിട്ടി. സോ ഈ രണ്ട് ലാംഡേനെയും കൂടെ ഇക്വേറ്റ് ചെയ്ത് എനിക്ക് എക്സ് ഈക്വൽ ടു 4y എന്നൊക്കെ ഇതേപോലെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റി. പക്ഷേ ഇവിടെ ലാംഡ എക്സും മാത്രമല്ല, ലാംഡയുടെ സൈഡിൽ എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പോൾ അറേഞ്ച് ചെയ്യുമ്പോൾ ലാംഡ ഈക്വൽ ടു എന്ന് അറേഞ്ച് ചെയ്യില്ല, എന്തെങ്കിലും വേരിയബിൾ ഈക്വൽ ടു എന്ന് ഞാൻ ചെയ്യാൻ പോകുന്നുള്ളൂ. സോ വൈ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഞാൻ വൈ ഈസ് ഈക്വൽ ടു ഇയാൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ലാംഡ ബൈ 4x ഇയാൾ ഞാൻ ഇക്വേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. അടുത്ത് ഇതേപോലെ ഡോ എൽ ബൈ ഡോ വൈ ഈക്വൽ ടു 0 ഫൈൻഡ് ചെയ്ത് ചെയ്യുമ്പോഴേക്കും ആദ്യത്തെ ടേം എക്സ് വൈനെ വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് അവിടെ തനിച്ചാവും. ഓക്കെ, പ്ലസ് ലാംഡ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് വൈ മാത്രമാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. എക്സും ഈ 1ഉം ഒക്കെ എന്തായി 0 ആയി പോകും. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ബൈ 2 ഇസ് ഈക്വൽ ടു 0 എന്നാവും. 2ഉം 2ഉം ക്യാൻസൽ ആവും. സോ എക്സ് ഇസ് ഈക്വൽ ടു -2y. ഇതിന് ഞാൻ ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. ഓക്കെ, ഇനി എന്താ നമുക്ക് വേണ്ട? ഒരാൾ കൂടെ വേണമല്ലോ. ഡോ എൽ ബൈ ഡോ ലാംഡ. ഡോ എൽ ബൈ ഡോ ലാംഡ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൺസ്ട്രെയിൻ അതേപോലെ എടുത്ത് എഴുതിയാൽ മതി. എക്സ് സ്ക്വയർ ബൈ 8 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 1. അയാൾ ഞാൻ ഇക്വേഷൻ 3 എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. കാരണം ഇതിനകത്ത് നിന്നായിരിക്കും നമ്മൾ എക്സ് വൈയും പിന്നെ ഫൈൻഡ് ചെയ്യാൻ പോകണേ. ഓക്കെ, ഇനി എൻ്റെ കയ്യിൽ ലാംഡ ഈക്വൽ ടു എന്നുണ്ടായിരുന്നുവെങ്കിൽ, ഓക്കെ ഇവിടെ ഞാൻ എടുത്ത് എഴുതിയപ്പോൾ ലാംഡ വൈ എന്ന് എഴുതാൻ പറഞ്ഞു. ഓക്കെ, മൈനസ് ലാംഡ വൈ കറക്റ്റ്. ഇനി നോക്കിയാൽ എൻ്റെ കയ്യിൽ ലാംഡ ഈക്വൽ ടു എന്നുണ്ടായിരുന്നെങ്കിൽ ഇക്വേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷെ ഞാനിവിടെ എന്ത് ചെയ്യുവാണെന്നറിയോ? നമുക്ക് ഈ കയ്യിലുള്ള ഈ രണ്ട് ഇക്വേഷൻ, ഇത് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ വൈ എന്നും ഇവിടെ വൈ ഈക്വൽ ടു മൈനസ് ലാംഡ ബൈ 4x എന്നും. എനിക്ക് ഇതിനകത്തുനിന്ന് ലാംഡ ഫൈൻഡ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കണം. അപ്പോൾ ഞാൻ ഇക്വേഷൻ 1നെ കൊണ്ടുപോയി ഇവിടെ ഈ വൈയുടെ സ്ഥാനത്ത് വൈ ഈക്വൽ ടു എന്ന് നടക്കണം. സോ വൈയുടെ സ്ഥാനത്ത് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ലാംഡ മാത്രം തനിച്ച് കിട്ടും. നോക്കാം, സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 in 2 എക്സ് ഈക്വൽ ടു മൈനസ് ലാംഡ വൈ എന്നുള്ളതാണ് ഇക്വേഷൻ 2. വൈയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കുവാണ്? മൈനസ് ലാംഡ ബൈ 4x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ നോക്കിക്കേ, മൈനസും മൈനസും കൂടെ പ്ലസ് ആവും. ലാംഡയും കൂടി ലാംഡ സ്ക്വയർ ആവും. രണ്ട് സൈഡിലും എക്സ് ഉണ്ട്, അതങ്ങ് ക്യാൻസലായി പോവും. ഓക്കെ, അപ്പോൾ ഇതെന്താ? ഇപ്പം ലാംഡ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1. ലാംഡ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ലാംഡ സ്ക്വയർ ഈക്വൽ ടു 4. ഈ 4നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ മനസ്സിലാകാത്തവർക്ക് മൈനസ് ലാംഡ ഇൻറ്റു ആണ്, മൾട്ടിപ്ലിക്കേഷനാണ്. മൈനസ് ലാംഡ മൈനസ് പ്ലസും മൈനസും അങ്ങനെ ചിന്തിക്കരുത്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി, ലാംഡ ഇൻറ്റു ലാംഡ ലാംഡ സ്ക്വയർ ആയി. 4 അതുപോലെ തന്നെ എഴുതി. രണ്ട് സൈഡിൽ എക്സ് ഉണ്ടായതുകൊണ്ട് അത് ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ലാംഡ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1. അപ്പോൾ ലാംഡ സ്ക്വയർ ഈ 4നെ ക്രോസ് മൾട്ടിപ്ലൈ ലാംഡ സ്ക്വയർ ഈക്വൽ ടു 4. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് √4 ആണ്. √4 എന്ന് പറയുന്നത് 2. അപ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടി. ഈ വാല്യൂ വെച്ച് എന്ത് ചെയ്യാനാ എന്ന് ആലോചിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, വെൻ ലാംഡ ഇസ് ഈക്വൽ ടു എന്തൊക്കെ വാല്യൂ ഉണ്ട്? 2 ഉണ്ട്. ലാംഡ ഈക്വൽ ടു -2 ഉണ്ട്. എൻ്റെ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എഴുതിക്കുന്നത് എന്താ? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ വൈ എന്ന്. അപ്പോൾ ലാംഡയ്ക്ക് 2 കൊടുക്കുമ്പം എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? -2y എന്ന് വരും. ലാംഡയ്ക്ക് -2 കൊടുക്കുമ്പം എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു -2 2y എന്നും വരും. അപ്പോൾ ഇതെനിക്കൊരു ആവശ്യത്തിന് ഞാൻ ഇതിനെ കണ്ടുപിടിച്ച് വെച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ, എൻ്റെ മൂന്നാമത്തെ കൺസ്ട്രെയിൻ്റ് ഉണ്ടല്ലോ, ആ കൺസ്ട്രെയിൻറ്റിൽ ഇത് രണ്ടും അങ്ങ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ തേർഡ് കൺസ്ട്രെയിൻ്റ് എന്തുവാണ്? തേർഡ് കൺസ്ട്രെയിൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 8 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു -2y ആയാലും 2y കൊടുത്താലും എക്സ് സ്ക്വയർ ഉള്ളതുകൊണ്ട് -2y കൊടുത്താൽ അത് എന്തായി മാറും? 4y സ്ക്വയർ ആയി മാറും. ഇനി 2y കൊടുത്താൽ അത് 4y സ്ക്വയർ. അപ്പോൾ പ്ലസും മൈനസും എന്നുള്ളത് പ്രശ്നമില്ല. ഓക്കെ, 4y സ്ക്വയർ ബൈ 8 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 1. 4ഉം 8ഉം കൂടെ ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ എന്ത് വരും? 2. അപ്പോൾ രണ്ടിടത്തുനിന്നും എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വൈ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ, വൈ സ്ക്വയർ കോമൺ ആയിട്ട് അല്ലെങ്കിൽ വൈ സ്ക്വയർ ബൈ 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ബ്രാക്കറ്റിനകത്ത് 1 + 1 ഈക്വൽ ടു 1 എന്ന് വരും. 1 + 1 എന്താ? 2 ആണ് അല്ലേ? ആ 2ഉം ഈ 2ഉം ക്യാൻസലായി പോകുമ്പം വൈ സ്ക്വയർ ഈക്വൽ ടു 1 ഓർ വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1.
y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 വരുമ്പം നിങ്ങൾ നേരെ x ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻ എനിക്കിവിടെ കിട്ടിയേക്കുന്നില്ലേ, ഇതിലേക്ക് നോക്കണം. വൈൻ്റെ വാല്യൂ 1 വന്നാൽ ഈ x ഈക്വൽ ടു എന്താവും, -2 വരും. ഇതിൽ കൊടുക്കുമ്പം എക്സിൻ്റെ വാല്യൂ 2 വരും. ഓക്കെ, അതുപോലെ വൈയുടെ വാല്യൂ -1 വന്നാൽ ഇതിൽ കൊടുക്കുമ്പം എക്സിൻ്റെ വാല്യൂ 2 വരുന്നു. ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ -2 വരുന്നു. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായോ? എന്തൊക്കെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് വരും? therefore the critical points are, ശ്രദ്ധിച്ചോളണേ, വൈയുടെ വാല്യൂ 1 വന്നപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വന്നു, -2 വന്നു, 2 വന്നു. വൈയുടെ വാല്യൂ -1 വരുമ്പം, വൈയുടെ വാല്യൂ -1 വന്ന കേസിൽ, വൈയുടെ വാല്യൂ -1 വന്ന കേസിൽ എക്സിൻ്റെ വാല്യൂ 2 വന്നു, -2 വന്നു. ഈ കിട്ടിയ വൈയെ കൊണ്ട് ഞാൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം 4 ക്രിട്ടിക്കൽ പോയിൻ്റ് കിട്ടി. എനിക്ക് ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂ ഫൈൻഡ് ചെയ്യണം. വേറൊരു വഴിയില്ല, എഫിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് -2, 1. നിങ്ങളുടെ എഫ് ഓഫ് എക്സ് വൈ എന്തുവാണ്? എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആണ്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് -2, 1 ഇസ് ഈക്വൽ ടു -2 എന്ന് കിട്ടി. അതുപോലെ എഫ് ഓഫ് രണ്ടാമത്തെ പോയിൻറ്റ് 2, 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടി. ഇനി എഫ് ഓഫ് 2, -1 കൊടുത്തപ്പോഴും എനിക്ക് -2 എന്ന് ആൻസർ കിട്ടി. അടുത്ത എഫ് ഓഫ് -2, -1 കൊടുത്തപ്പോൾ -2 × -1 എന്ന് പറഞ്ഞാൽ 2 എന്ന് ആൻസർ കിട്ടി. സോ എൻ്റെ മാക്സിമം വാല്യൂ എന്താ കിട്ടിയത്? മാക്സിമം വാല്യൂ 2 എന്ന് കിട്ടി. എനിക്ക് മിനിമം വാല്യൂ എന്ന് പറയുന്നത് -2 എന്ന് ആൻസർ കിട്ടി. ഇനി മാക്സിമം വാല്യൂ വരാൻ പറ്റിയ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, അബ്സല്യൂട്ട് മാക്സിമം പോയിൻറ്റ്സ് ചോദിച്ചാൽ 2, 1 -2 -1. മറ്റേ മിനിമം വാല്യൂ വരാൻ കാരണമായ പോയിൻറ്റ്സ് -2, 1 2 -1. ഇതേപോലെ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സോൾവ് ചെയ്യുന്ന കേസിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ലാംഡ ഈക്വൽ ടു എന്നാണ് കഴിഞ്ഞ 3 പ്രോബ്ലത്തിൽ എടുത്തത്. ഈ പ്രോബ്ലത്തിൽ എടുക്കാത്തതിന് കാരണം എന്തുവാണ്? ലാംഡയുടെ സൈഡിൽ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ അല്ലെങ്കിൽ വൈ എന്നുള്ളൊരു വേരിയബിൾ തനിച്ചാക്കാൻ പറ്റുമ്പോൾ മാത്രമേ ഞാൻ ലാംഡ ഈക്വൽ ടു എന്ന് എടുക്കത്തുള്ളൂ. ഇവിടെ അങ്ങനെ തനിച്ചാവുന്ന കേസിലല്ല വന്നത്, എക്സും വൈയും ഒന്നിച്ചാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? y ഈക്വൽ ടു എന്നോ x ഈക്വൽ ടു എന്നോ അറേഞ്ച് ചെയ്തിട്ട് അവയെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലാംഡയ്ക്ക് ഒരു വാല്യൂ ഫൈൻഡ് ചെയ്യാൻ നോക്കണം. ലാംഡയ്ക്ക് ഒരു വാല്യൂ ഫൈൻഡ് ചെയ്താൽ അതിനെ കൊണ്ട് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ആ എക്സ്പ്രഷനെ നമ്മുടെ കൺസ്ട്രെയിനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വൈക്കോ എക്സിനോ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഇതിനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബാക്കി എക്സിൻ്റെ വാല്യൂ കിട്ടും. ഇതേപോലത്തെ സെയിം ടൈപ്പ്, അത് XY തന്നെയാണ് വരുന്നത്. x² / 8 + y² / 2 എന്നുള്ളതിന് പകരം ഞാൻ x² + y², കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ അടുത്ത് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഞാൻ സോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രോബ്ലം ചെയ്ത് കുറച്ചുകൂടി ഡെപ്തുള്ള ക്വസ്റ്റ്യൻ ഇത്. ഈ ഒരു പ്രോബ്ലം തന്നെ ചെയ്ത കുട്ടികൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തനിയെ ചെയ്യാൻ പറ്റണം. കാരണം സെയിം ക്വസ്റ്റ്യൻ ഞാൻ തരാൻ പോകുന്നത്. നോക്കിക്കേ, ഫൈൻഡ് ദ അല്ലെങ്കിൽ മാക്സിമൈസ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ. ഈ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് വൈ ആയിരുന്നു. സബ്ജക്റ്റ് ടു ഇവിടെ എലിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സബ്ജക്റ്റ് ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നു. x² / 8 വരെ x² / 1, y² / 2 വരെ y² / 1 = 1. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ ആണ്. ആ കോൺസ്റ്റൻറ്റ് 8 അവിടെ ഇല്ല, 2 അവിടെ ഇല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ചെയ്യേണ്ടി വരും. ഇങ്ങനെ y = x = എന്ന് അറേഞ്ച് ചെയ്തിട്ട് തനിയെ ചെയ്യാൻ ശ്രമിക്കുക. ഞാനതിവിടെ വർക്കൗട്ട് ചെയ്ത് തരാം. പക്ഷെ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. നോക്കിയോ നിങ്ങൾ, എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ സബ്ജക്റ്റ് ടു x² + y² = 1. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം എഫ് എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ എക്സ് വൈ എന്ന് എടുത്തു. കൺസ്ട്രെയിൻറ്റ് തന്നിരിക്കുന്ന ആളെ x² + y² - 1 എന്ന് പറഞ്ഞാൽ g എന്ന് എടുത്തു. അടുത്ത എൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ L = F + λg. ഈ സ്റ്റെപ്പ് എഴുതുമ്പോൾ എനിക്ക് 1 മാർക്ക് കിട്ടുന്നതാണ്. സോ ആ 1 മാർക്ക് ഞാൻ മേടിച്ചെടുക്കും. L = F എന്താണ്? XY ആണ്, പ്ലസ് λ × g എന്ന് പറഞ്ഞാൽ x² + y² - 1. തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ പറഞ്ഞതുപോലെയാണ്. ആ പ്രോബ്ലം ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞത് കേട്ട് അതുപോലെ എഴുതിയെടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് അതൊന്ന് നോക്കുക. ഈ പ്രോബ്ലം സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം ∂L/∂x = 0 എന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? XY ഉള്ളതിൽ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ബാക്കി y പ്ലസ് λ × x² ഡെറിവേറ്റീവ് 2x = 0. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ ലാംഡ തനിച്ചല്ല എക്സ് വൈ ഉള്ളത് കാരണം ഞാൻ ഇതിനെ y = -2 λx എന്ന് എഴുതുക. ഈ ടേമിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. അതുപോലെ ∂L/∂y = 0. വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം XY ഡെറിവേറ്റീവ് എക്സ് വരും, പ്ലസ് λ × x² + y² ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2y വരും, = 0. ഇവിടെയും ഞാൻ x = -2 λy എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അയാളെ ഞാൻ ഇക്വേഷൻ
1 എന്നും മറ്റേ ആളെ ഞാൻ ഇക്വേഷൻ 2 എന്നും എഴുതുവാണ്. അടുത്ത ഡോ എൽ ബൈ ഡോ ലാംഡ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിനെ തന്നെ ഒന്ന് എടുത്ത് എഴുതിയാൽ മതി. x² + y² = 1 എന്ന് പറഞ്ഞ് തേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് എഴുതി. ഇത്ര എഴുതുമ്പോഴേക്കും എനിക്ക് അടുത്ത 3 മാർക്ക് കിട്ടി. ഓക്കെ, 3 മാർക്കോ അല്ലെങ്കിൽ രണ്ടാമത്തെ മാർക്കോ എനിക്ക് കിട്ടും. ഇനി ഇത് സോൾവ് ചെയ്ത് നമുക്ക് ലാംഡ ഫൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, y = -λx ന് ഇക്വേഷൻ 2 കൊടുത്താൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 in 2, അപ്പോൾ നിങ്ങളുടെ x = -2λ ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് -2λx എന്ന് കൊടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു 2λ ഇൻറ്റു -2λx എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 4λ² ആണ്. എക്സും എക്സും ക്യാൻസൽ ആയി പോകുമ്പോൾ ഇവിടെ 0 ആണെന്ന് വിചാരിച്ചാൽ 1 ആണ്. ദറ്റ് ഈസ് 4λ² = 1. λ² = 1/4. അപ്പോൾ അതിൽ നിന്നും λ = ±1/2 ആണ് മനസ്സിലാക്കുക. ലാംഡയ്ക്ക് വെൻ λ = 1/2 വരാം, λ = -1/2 വരാം. അപ്പം നിങ്ങളുടെ ഇക്വേഷനിൽ x = -2λ വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ y = സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y = -2 ഇൻറ്റു ലാംഡയുടെ സ്ഥാനത്ത് 1/2 എന്തുവാ വരേണ്ടത്? എക്സ്. 2ഉം 2ഉം ക്യാൻസൽ ആകുമ്പം y = -6 എന്ന് കിട്ടുന്നുണ്ട്. y = -6, അതാണ് എൻ്റെ ഒരു എക്സ്പ്രഷൻ. അടുത്ത് രണ്ടാമത്തത് y = -2λ എന്ന് പറയുന്നത് -1/2. അവിടെ ലാംഡയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, ബാക്കി ഇവിടെ എക്സ്. ഓക്കെ, -2 ലാംഡയുടെ സ്ഥാനത്ത് -1/2 എക്സ്. അപ്പം മൈനസും മൈനസും പ്ലസ് ആവും, 2ഉം 2ഉം ക്യാൻസലായി പോവും. സോ ഇവിടെ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? y = x എന്ന് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെ രണ്ട് എക്സ്പ്രഷൻ കിട്ടി. y = -x എന്നും y = x എന്നും. അതായത് y = +or -x ആണ് എനിക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടി. ഓക്കെ, ഇനി ഇയാളെ കൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ കൺസ്ട്രെയിനിൽ കൊടുത്താൽ ഇക്വേഷൻ 3യിൽ കൊടുക്കുവാണെങ്കിൽ ഇക്വേഷൻ 3 എന്താണ്? x² + y² = 1. അതിൽ വൈയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? -x കൊടുത്താലും വൈയുടെ സ്ക്വയർ എന്ന് പറയുന്നത് x² തന്നെയാണ്, +x കൊടുത്താലും സ്ക്വയർ എന്ന് പറയുന്നത് x² തന്നെയാണ്. ഓക്കെ, അപ്പോൾ രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും x² + x² = 1 എന്ന് വരും. അപ്പോൾ 2x² = 1, x² = 1/2, x = ±1/√2. ഓക്കെ, x = ±1/√2 വരുമ്പോൾ നേരത്തെ പോലെ ശ്രദ്ധിക്കണം. എക്സിന് ഇപ്പോൾ എന്തൊക്കെ വാല്യൂ വന്നു? എക്സിൻ്റെ വാല്യൂ 1/√2 വരാം, എക്സിൻ്റെ വാല്യൂ -1/√2 വരാം. എക്സിൻ്റെ വാല്യൂ 1/√2 വന്നാലും വൈയുടെ ആൻസർ രണ്ടെണ്ണം വരാം. വൈ എന്തൊക്കെയാണ്? +or -x ആണ്. അപ്പം എക്സിൻ്റെ വാല്യൂ 1/√2 എന്ന് പറയുമ്പോൾ വൈയുടെ വാല്യൂ 1/√2 വരാം, -1/√2 വരാം. അപ്പോഴല്ലേ കറക്റ്റ് ആവും. എക്സിന് എന്താണോ ആൻസർ അതിൽ പ്ലസും വൈയുടെ ആൻസറാണ്, മൈനസ് വൈയുടെ ആൻസറാണ്. അപ്പം ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുമ്പം പോയിന്റ്സ് എങ്ങനെയാണ് വരേണ്ടത്? എക്സിൻ്റെ വാല്യൂ 1/√2 വരുന്ന സമയത്ത് വൈയുടെ വാല്യൂ 1/√2 വരുന്നുണ്ട്, വൈയുടെ വാല്യൂ -1/√2 വരുന്നുണ്ട്. അതുപോലെ എക്സിൻ്റെ വാല്യൂ -1/√2 വരുമ്പോഴും ഇവിടെ കൊടുക്കുന്നത് നോക്കിയാൽ മൈനസ് വരുമ്പോൾ പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. അവിടെയും രണ്ട് ആൻസർ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? -1/√2 വരുന്നുണ്ട്, +1/√2 വരുന്നുണ്ട്. ഈ ഒരു ഇതനുസരിച്ചിട്ടാണ് എക്സിൻ്റെ വാല്യൂ -1/√2 വരുമ്പോൾ ഇത് പ്ലസ് ആവും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. y = x എന്നുള്ളത് -1/√2 വരുമ്പോൾ y = -1/√2 ആവും. ഓക്കെ, അപ്പോൾ അത് ആൻസർ. എക്സിൻ്റെ വാല്യൂ -1/√2 വന്നപ്പോൾ -1/√2 എന്നും ആൻസർ വരാം, -1/√2 വരുമ്പോൾ +1/√2 എന്നും ആൻസർ വരാം. എനിക്ക് മാക്സിമൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ f(xy) എന്ന് പറയുന്നത് xy ആ ഫോമില. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ f(1/√2, 1/√2) = 1/√2 × 1/√2, 1/2 എന്ന് ആൻസർ കിട്ടി. അടുത്ത വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം f(1/√2, -1/√2) മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1/√2 × -1/√2 = -1/2 എന്ന് വന്നു. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യണേ കുഞ്ഞുങ്ങളെ. അടുത്ത് -1/√2 എക്സിന് കൊടുത്തു. അടുത്ത് ഈ പോയിന്റ്സ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. -1/√2 കൊടുക്കുമ്പോൾ -1/√2 -1/√2 കൂടെ അത് 1/2 എന്നാണ് വേണം. ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1/2 എന്ന് വരും. അതുപോലെ f(-1/√2
1/√2 കൊടുക്കുമ്പോൾ അതായത് f(x, y) ഉണ്ട്, എക്സിൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ, വൈയുടെ സ്ഥാനത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് -1/2 വരും. ഇതിൽ മാക്സിമം വാല്യൂ ഇത് രണ്ടും അല്ലേ, മാക്സിമൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താ, 1/2 ആണ് എനിക്ക് മാക്സിമം വാല്യൂ വേണം. അത് കിട്ടാൻ കാരണമാവുന്ന പോയിന്റ് 1/√2, 1/√2 -1/√2, -1/√2. അപ്പം 3 ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ചെയ്തു തന്നു. ഈ 3 ക്വസ്റ്റ്യനും പോലെ നമ്മളിവിടെ ചെയ്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഒരു ഇച്ചിരി വ്യത്യാസം വെച്ചാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യനാണ്, പക്ഷെ നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാൻ. ഫൈൻഡ് ദ എക്സ്ട്രീം വാല്യൂസ് ഓഫ് f(xy) is equal to xy. നമ്മളിപ്പോൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ അല്ലേ, xy. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻറ്റ് x² + y² is equal to 10. ഞാനിപ്പോൾ x² + y² = 1 നമ്മൾ ചെയ്തു. x²/8 + y²/2 = 1 ചെയ്തു. അതുപോലെ x² + y² = 1 തൊട്ട് മുന്നേ ഇതേ ചെയ്തിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് x² + y² = 10 എന്ന് തന്നെ. ഇവിടെ ലാംഡയുടെ വാല്യൂ +or-1/2 എന്നാണ് കിട്ടുന്നത്. പോയിൻറ്റ്സ് കിട്ടുമ്പോൾ √5, -√5, അതുപോലെ -√5, ദെൻ √5, വരുന്നുണ്ട്. അതുപോലെ -√5, -√5 വരുന്നുണ്ട്. ഇതാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആയിട്ട് കിട്ടുന്നത്. ഈ പോയിൻറ്റ്സ് f(x, y) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആൻസർ. മാക്സിമം എന്നുള്ള എക്സ്ട്രീം വാല്യൂസിനെ പറയുള്ളൂ. അപ്പോൾ എല്ലാ വാല്യൂവിലും കണ്ടുപിടിച്ച് നിർത്താം. എന്നിട്ട് അതിൽ മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ എടുത്ത് എഴുതാം. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാൻ. അടുത്ത രണ്ടാമത് ചെയ്ത് നോക്കാനായിട്ടൊരു ക്വസ്റ്റ്യനെ x² + 2y² is equal to 1. ഫൈൻഡ് ദ പോയിൻറ്റ്സ് ഓൺ ദ എലിപ്സ്. തൊട്ട് മുന്നേ ചെയ്ത പോലെ ഫൈൻഡ് ദ പോയിൻറ്റ്സ് ഓൺ എലിപ്സ്. എലിപ്സിൻ്റെ ഇക്വേഷനാണ് x² + 2y² = 1 where f(x, y) is equal to xy has its extreme value. എക്സ്ട്രീം എന്നൊക്കെ കാണുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ, അബ്സല്യൂട്ട് വാല്യൂ എന്നൊക്കെ കണ്ടാലേ. അപ്പോൾ f(xy) എന്ന് പറഞ്ഞാൽ ഇതേപോലെ xy തന്നെയാണ്. ഈ x² + y² എന്നുള്ളിടത്ത് ഒരു ചെറിയ ചേഞ്ച്, x² + 2y² = 1. ഇവിടെയും ലാംഡ ഫൈൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് +or-1/2√2 എന്നാണ് കിട്ടുന്നത്. 1/2√2 എന്നോ അല്ലെങ്കിൽ ചിലപ്പം വെറും √2 എന്നോ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ആൻസർ ഞാൻ അതുപോലെ പറഞ്ഞു തന്നെയാണ്. പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 1/√2 -1/√2, പിന്നെ ഇതേപോലെ -1/√2, 1/√2, -1/√2, -1/√2 രണ്ടും പ്ലസ് ആവുന്ന കേസ്. ഇതാണ് 4 ആൻസർ കിട്ടുന്നത്. ഇതിനകത്ത് മാക്സിമം, മിനിമം വാല്യൂ, എക്സ്ട്രീം വാല്യൂസ് എന്നല്ലേ ചോദിച്ചോളൂ. മാക്സിമം വാല്യൂ ഇതൊക്കെയെന്ന് എഴുതാം, മിനിമം വാല്യൂ ഇതൊക്കെയെന്ന് എഴുതാം. ഒരു കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാം ഒരേ പ്രോബ്ലം. x + y എന്ന് f(xy) തന്നിട്ട് കൺസ്ട്രെയിൻറ്റ് ഇതേപോലെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ xy എന്നുള്ള രീതിയിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അതേപോലെ f(xy) = xy വരുന്ന ക്വസ്റ്റ്യൻ, f(x, y) = x² + y² വരുന്ന ക്വസ്റ്റ്യൻ. ഈ 3 ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ 2 വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ കൂടെ വല്ല 3x + 4y എന്ന് ഈ കോൺസ്റ്റൻസ് മാറുകയാണ്. ഒരു ക്വസ്റ്റ്യനിൽ x + y ആണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യനിൽ 3x + 4y, മറ്റൊരു ക്വസ്റ്റ്യനിൽ 3x - 2y, അതാ മാറ്റം വരുന്നത്. xy എന്നുള്ള ക്വസ്റ്റ്യനിലെല്ലാം xy എൻ്റെ കൂടെ വരുന്നേക്കുന്ന കൺസ്ട്രെയിൻറ്റ് x² + y² = 1 ആവാം, x² + y² = 10 ആവാം, x²/4 + y² / 16 = 1. ഇങ്ങനത്തെ ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. സെയിം ക്വസ്റ്റ്യൻ ആണ്, വാല്യൂസ് ആണ് മാറ്റിയിട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് തനിയെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് പഠിക്കുക. എക്സാമിന് ചോദിക്കുന്നത് നമ്മുടെ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇതുപോലെ വാല്യൂസ് മാറ്റി ചോദിച്ചാലും നമുക്ക് അവിടെ ഇരുന്ന് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ f(xy) = x² + y² എന്നുള്ള ക്വസ്റ്റ്യൻ, ഇതും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ കൺസ്ട്രെയിൻറ്റ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു x + y = 1 എന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. ഇവിടെ x + y എന്നുള്ളതിന് വരെ വേണമെങ്കിൽ 2x + 3y എന്നോ ഇങ്ങനെയൊക്കെയുള്ള കൺസ്ട്രെയിൻറ്റ് മാറി മാറി വരാം. അപ്പം കുഞ്ഞുങ്ങളിത് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുമോ അത്രത്തോളം നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് എളുപ്പമായിരിക്കും. കാരണം ലഗ്രാഞ്ചസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിനോ 7 മാർക്ക് 5 മാർക്കിനോ ഒക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ നമ്മളിതുവരെ ചെയ്ത ക്വസ്റ്റ്യൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്നറിയോ, 2 വേരിയബിളേ ഉണ്ടായിരുന്നുള്ളൂ. ലഗ്രാഞ്ചസ് മൾട്ടിപ്ലയർ വിത്ത് 1 കൺസ്ട്രെയിൻറ്റ് തീർന്നു എന്ന് വിചാരിക്കുന്നവർക്ക് തീർന്നിട്ടില്ല. ഈ 2 വേരിയബിൾ അല്ലാതെ വേരിയബിളിന് എണ്ണം കൂടിയാലും, ഞാൻ ആദ്യമേ പറഞ്ഞപ്പോൾ ∂L/∂x, ∂L/∂y, ∂L/∂z എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഇസറ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും തന്നില്ല. അത് നമ്മൾ നിൽക്കാൻ പഠിച്ചിട്ടില്ലേ നടക്കാൻ പഠിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നിൽക്കാനൊക്കെ പിടിച്ചൊക്കെ നിൽക്കാൻ പഠിച്ചു. ഇനി നമുക്ക് വേരിയബിൾ ഒന്ന് കൂട്ടി നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഓടാൻ വേണ്ടിയിട്ട് 2 കൺസ്ട്രെയിൻ്റെ പ്രോബ്ലം കൂടി പഠിപ്പിക്കുമ്പം അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് 3 വേരിയബിളുള്ള പ്രോബ്ലമാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കുക കേട്ടോ കുഞ്ഞുങ്ങളെ.